അമ്മ, ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നങ്ങൾ മോനെ? ആ വേലക്കാരി പറഞ്ഞല്ലോ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന്. പ്രേതോ ഭൂതോ അങ്ങനെ എന്തൊക്കെയോ. എനിക്ക് പേടിയാവുന്നു. എന്റെ മോനെ, പ്രേതങ്ങളൊന്നുമില്ല. അതൊക്കെ വെറും ആര് പറഞ്ഞു പറഞ്ഞ്? ഇവിടുത്തെ വേലക്കാരി ചേച്ചി. അതിന് നമുക്ക് ഇവിടെ വേലക്കാരിയൊന്നും ഇല്ലാലോ മോനെ. അതെ, ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ മോൻ ഇവിടെ ഇല്ലാത്ത വേലക്കാരിയോട് സംസാരിച്ചു പോലും എനിക്ക് ആകെ പേടിയാവുന്നു. നമുക്കതിന് മക്കളില്ലാലോ, പിന്നെ ഏത് മോൻ? അപ്പൊ എന്നോട് അവൻ പേടിക്കല്ലേ, നിക്ക്, ഞാൻ ഓണറോടൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. ഹലോ ചേട്ടാ, ഞാനിവിടെ ഇന്നലെ വാടകയ്ക്ക് കയറിയില്ലേ? ആ അതെ 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 അതെ, ഇവിടെ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എൻ്റെ വൈഫ് കാണാത്ത ആരൊക്കെ കണ്ടു എന്ന് പറയുന്നു. വൈഫോ? എടോ, തനിക്ക് അതിന് വൈഫൊന്നും ഇല്ലാലോ. താൻ ഒരാൾ മാത്രമാണെന്ന് പറഞ്ഞല്ലേ വാടകയ്ക്ക് കയറിയത്. ഓരോരോ ഭ്രാന്ത്. എന്താ പ്രശ്നം? ഇന്നലെ ഒരുത്തരം ബോഗൻ ബംഗ്ലാവ് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഒരു വട്ട് കേസാണ് തോന്നുന്നു. എന്തിനാ അങ്ങനെയുള്ള ടീംസിനൊക്കെ അവിടെ ഇറങ്ങാൻ കൊടുക്കുന്നത്? നീ ആരോടാ ഈ സംസാരിക്കുന്നത്? ഞാൻ നമ്മുടെ ഓണറോട്. ബോഗൻ ബംഗ്ലാവിന്റെ ആ ബംഗ്ലാവിന്റെ ഓണർ 10 കൊല്ലം മുന്നേ മരിച്ചതല്ലേ, പിന്നെ എങ്ങനെ നീ അയാളോട് സംസാരിക്കുന്നത്? ആ ബംഗ്ലാവ് നമുക്ക് കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ അയാളെയും അയാളുടെ ഭാര്യയും കൊച്ചിനും പിന്നെ ആ വേലക്കാരിക്കും വിഷം കൊടുത്തു കൊന്നത്. മറന്നോ നീ? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? എവിടാ? ബോഗൻ ബംഗ്ലാവ്. അതെ, നിങ്ങൾ അടിച്ച കൗണ്ടർ ഞാൻ കേട്ടില്ല. എന്താ? ചിരി മാത്രമേ കേട്ടുള്ളൂ, ഹാസ്യം കേട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ എനിക്കും ചിരിക്കായിരുന്നു. ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വെറുതെ ചിരിച്ചതാ മിസ്റ്റർ. ഓ, ലാഫിംഗ് തെറാപ്പി നല്ലതാ, ആയുസ് കൂടും. ഞാൻ ചിരിച്ച ചിരി കൊലച്ചിരിയാ. തേങ്ങാക്കൊല, വാഴക്കൊല, ചക്കക്കൊല വല്ലാണ്ട് കളയല്ലേ, കൊയ്തെടുക്കും ഞാൻ. കൊയ്ത്തുകാരനാണോ? കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? മഴ ഷോക്കാണോ? ഇയാളിത് എടാ, ഞാൻ തന്റെ ഭാര്യയുടെ കസ്റ്റഡിയിലാ. അവിടെ അതിന് പോലീസ് ഒന്നല്ലല്ലോ. തന്റെ ഭാര്യ എന്റെ കസ്റ്റഡിയിലാ. ഓ മൈ ഗോഡ്, ഏത് സ്റ്റേഷനിലാ? പോലീസ് കസ്റ്റഡി അല്ല, എന്റെ കിഡ്നാപ്പ് കസ്റ്റഡിയിൽ. തന്റെ ഭാര്യ ഞാൻ തട്ടിക്കൊണ്ടുവന്നിരിക്കാണ്. അരുത്, അവളൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്ത് ഡിമാൻഡ് ഞാൻ നടത്തി തരാം. ഓഹോ, എന്തും ചെയ്യോ? യെസ്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പറ, എന്താ നിങ്ങളുടെ ഡിമാൻഡ്? എന്തും ചെയ്യുന്നല്ലേ പറഞ്ഞത്? എങ്കിൽ താൻ ആദ്യം അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്ക്. എന്താ? അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നത് ഒഴികെ ഞാൻ എന്തു ചെയ്യും. ഓ, എങ്കിൽ താൻ ഇട്ട ഷെഡ് ഒന്ന് അലക്കിടണം മിസ്റ്റർ. കമോൺ, വേഗം ആവട്ടെ. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നതും തുണി അലക്കുന്നതും ഒഴികെ ഞാൻ എന്തു ചെയ്യും. അതാണ്ട് കിടക്കണം. ശരി, ലാസ്റ്റ് ചാൻസ്. അടുക്കളയിലെ സിംഗിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കി. ഞാൻ വേറെ ഭാര്യ നോക്കിക്കോളാം. പുല്ല്. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? നീയല്ലേ പറഞ്ഞത് അവൻ ഡൈവേഴ്സ് തരില്ലാന്ന്? ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ അവനെ കൊണ്ട് ഡൈവേഴ്സ് ചെയ്യിപ്പിച്ച കണ്ട എപ്പൊടി. കോലമാടനെ പരിചരിച്ച് ബാക്കിയുള്ളവരെ എല്ലാം വെള്ളായി. ഇനിയെങ്കിലും എനിക്കൊന്ന് സ്വസ്ഥമായി ജീവിക്കണം. അതെ, ഇനി നമുക്ക് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരു നല്ല ജീവിതം തുടങ്ങാം, അല്ലേടി? തുടങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുന്നേ. എന്താടാ, എന്തോ ഒരു ടെൻഷൻ? ഉറങ്ങിയില്ലേ? ടെൻഷനല്ല അച്ഛാ, ഫ്രസ്ട്രേഷനാ. എന്തിന്? അല്ല, എനിക്ക് രാവിലെ നേരത്തെ എണീക്കണം എന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എത്ര ഏർലി കിടന്നുറങ്ങിയാലും ശരി നടപടി ആവണില്ല. നീ നേരത്തെ എണീറ്റിട്ട് എന്താക്കാനാ? ഓടാൻ പോവാനായിരുന്നു. ആഹാ, അത് നല്ല കാര്യമാണല്ലോ. ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യണം. ആയ കാലത്ത് ഞാൻ ഓടിയിരുന്നേ ഇപ്പൊ നടക്കുമ്പോ കഥക്കില്ലായിരുന്നു. കൊള്ളാടാ മോനെ, നല്ല തീരുമാനം. പക്ഷെ ഏർലി മോർണിംഗ് എണീക്കണ്ടേ? എത്ര അലാറം വെച്ചാലും അറിയില്ല. നിന്നെ ഞാൻ എണീപ്പിക്കാടാ. അപ്പൊ അച്ഛന്റെ ഉറക്കം പോയില്ലേ? എടാ, സ്വന്തം മക്കൾ ഒരു നല്ല കാര്യം തീരുമാനിച്ച ഉറക്കല്ല സ്വർഗം വരെ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളവരാ കേരളത്തിലെ അച്ഛനമ്മമാരെ. നീ ധൈര്യമായിട്ട് ഉറങ്ങടാ മോനെ, അച്ഛൻ വിളിക്കും നിന്നെ. എത്ര മണിക്കാ വിളിക്കേണ്ടത്? ഒരു 3:45 4 മണിയൊക്കെ ആവുമ്പോ. ഇത്രയും നേരത്തേക്ക് എണീക്കണോ? ആ സമയത്ത് റോഡൊക്കെ കാലിയായിരിക്കും, സ്വസ്ഥതയോടെ ഓടാ. മോൻ കിടന്നോന്നാ, അച്ഛൻ കറക്റ്റ് സമയത്ത് തന്നെ വന്ന് വിളിച്ചോണ്ട്. ഉറങ്ങിക്കോ. താങ്ക്സ് അച്ഛാ. അതെ, നമ്മുടെ ചെറുക്കനെ കാണാനില്ലാലോ. അവൻ രാവിലെ നേരത്തെ ഓടാൻ പോയല്ലോ. ഞാനല്ലേ അവനെ നേരത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വിട്ടെ. ഓടാനാ? ഓട്ടം. അമ്മേ, നമ്മളൊരു കാര്യം അറിഞ്ഞോ? നിങ്ങളെ കുഞ്ഞാര പുത്രൻ അപ്പുറത്തെ വീട്ടിലെ സുധാകരാങ്കളുടെ മോളുമായിട്ട് പുലർച്ചെ ഒളിച്ചോടിപ്പോയി.
ഓടി ശരീരം നന്നാക്കുന്നു കരുതിയവൻ ഒളിച്ചോടി കുടുംബത്തെ ഏറലാക്കിയല്ലോ കടവുളേ. അതിന് തിരി കൊടുത്തി വിടാൻ സ്വന്തം തന്തിയും